ഒരു വഴിയേ ഉള്ളൂ. എണ്ണം 200 ആവും മുമ്പ് അവരെ പേടിപ്പിക്കണം. ശരിക്കും പേടിച്ചാൽ അവർ പിന്തിരിയും എന്നേക്കുമായി. പക്ഷെ അവരെ എങ്ങനെ പേടിപ്പിക്കും? അത് ഞങ്ങൾക്കറിയില്ല. നമുക്ക് മായാവിയുടെ സഹായം തേടിയാലോ? കുന്തം, അവനെ കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. അവന്റെ വടി പോയി. 1, 2, 4, 8, 16, അതായത് ജനുവരി 1 അവർ 128 എണ്ണമാകും. അതും കടന്നാൽ രക്ഷയില്ല. ഡിസംബർ 31 നേരം പുലർന്നു. നിസ്സഹായനായി മായാവി കാട്ടിൽ അലഞ്ഞു നടക്കുകയാണ്. വടിയില്ലാതെ 3-ാമത്തെ ദിവസം. എന്തൊരു വിധി! നാളെയെങ്കിലും വടി തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പിന്നെ എൻ്റെ ശക്തി എന്നേക്കുമായി നഷ്ടപ്പെടും. പെട്ടെന്ന് അയ്യോ, അപ്പൂപ്പൻ താടികൾ! 64 അപ്പൂപ്പൻ താടികൾ. ഓടാം, അല്ലാതെന്തു ചെയ്യാൻ? മായാവി ഒരു മരപ്പൊത്തിൽ ഒളിച്ചു. അപ്പോൾ ഇത് എന്തൊരു വല്ലാപ്പ്! സിംഹത്തെ പിടിക്കാൻ നാട്ടിലേക്കും കേട്ടില്ലല്ലോ. അമ്മേ, പിന്നെ സിംഹത്തല നോക്കടേ, സിംഹക്കുഞ്ഞ് എന്തരടേ വിശ്വാസം വന്നില്ലേ? അയ്യോ അപ്പൂപ്പ, എന്നെ സിംഹം പോലത്തെ അപ്പൂപ്പൻ താടി കടിച്ച് മരുന്നുതാ. മരുന്നോ? എവിടുന്ന്? അപ്പോ കിളവൻ വൈദ്യനല്ലേ? വൈദ്യനല്ല, രോഗികളാ. ആ വറ്റകള് ഞങ്ങളെ കടിച്ചടോ. ഞങ്ങൾ അവരെ നേരിടാൻ പോകുന്നു. ശിക്കാരിയും കൂടെ കൂടിക്കോ. അയ്യോ, അത് വേണോ? ഏതായാലും ഒറ്റയ്ക്ക് നടക്കുന്നതിനേക്കാൾ ഭേദമാ. പക്ഷെ അപ്പൂപ്പൻ താടികളെ വെടിവെക്കരുത്, അപകടമാണ്. പകരം വല്ല കാട്ടുകോഴിയെയും വെടിവെച്ചോ, ചുട്ട് തിന്നാം. നാളെ രാവിലെ അവർ വീണ്ടും വരും മുമ്പ് അവരെ പേടിപ്പിക്കാനുള്ള പദ്ധതി നമ്മൾ തയ്യാറാക്കണം. ഈ സമയം മറ്റൊരിടത്ത്. എടോ, താനാ നിരാശാസിംഹത്തിൻ്റെ ഗുഹ ഏതാണെന്ന് അന്വേഷിക്കണം. എൻ്റെ മുതുകും ഗുഹയും തകർത്ത അങ്ങേരോട് എനിക്ക് പ്രതികാരം ചെയ്യാനാ. അന്ന് രാത്രി പദ്ധതി തയ്യാറായി. എൻ്റെ ബുദ്ധിയിൽ തോന്നിയ വഴിയാണ്. അമേരിക്കയിലെ സാം ഗ്രിഗറിയെ വിളിച്ചത് ഞാൻ അറിഞ്ഞില്ലെന്ന വിചാരം. അപ്പൂപ്പൻ താടികളെ പേടിപ്പിക്കാൻ ഒരു വഴിയെ പരീക്ഷിക്കാനുള്ളൂ. അവരെ കണ്ടാൽ തരിമ്പും പേടിക്കാത്ത ഒരാളെ മുമ്പിൽ നിർത്തുക. എന്നാൽ പിന്നെ ലുട്ടാപ്പി നിൽക്കട്ടെ. അയ്യോ, കലക്കി! പറഞ്ഞപ്പോഴേ ബോധം കെട്ടു. എങ്കിൽ ശിക്കാരി. അയ്യോ, അങ്ങേരും ബോധം കെട്ടു.